കപ്പ ഫ്ലേവറോ? അതെന്താ? എന്നായിരുന്നു കേട്ടോ ലാസ്റ്റ് ടൈമിൽ ഞാനിട്ട വീഡിയോയിൽ ഇത് കപ്പ ഫ്ലേവർ കേക്കാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ചോദിച്ചത് കേട്ടോ. അപ്പോൾ ഇന്ന് ആ കപ്പ കേക്കിൻ്റെ വിശേഷം പറയാമെന്ന് വിചാരിച്ചു. എൻ്റെ ബേക്കിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്ത ആ ടൈമിൽ ഏതെങ്കിലും ഒരു ന്യൂ ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷേ വേറെ ആരും ചെയ്യാത്തൊരു ഫ്ലേവറും ആവണം. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫ്ലേവറാണ് കേട്ടോ. പല സൈഡിലും പല പേരാണ് ഇതിന് പറയുക. നമ്മുടെ ടാപ്പിയോക്ക ഒക്കെ അല്ലേ, അതാണ് കേട്ടോ ഈ കപ്പ എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു കേക്ക് ചെയ്തു കേട്ടോ. അത് അൽഹംദുലില്ലാ ഭയങ്കര ക്ലിക്കായി. എൻ്റെ കപ്പ കേക്കിന് ഒരുപാട് നല്ല റിവ്യൂസൊക്കെ കിട്ടി കേട്ടോ. കപ്പ കേക്ക് വഴി എനിക്ക് കുറേ കസ്റ്റമേഴ്സിനൊക്കെ കിട്ടി. ഒരു ടൈമിൽ ആ ഫ്ലേവർ മാത്രമേ ഞാൻ ചെയ്യലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നല്ല കപ്പ കിട്ടാതായപ്പോൾ ഞാൻ മറന്നതാണോ വേറെ ന്യൂ ഫ്ലേവേഴ്സ് എൻ്റെ ലിസ്റ്റിലോട്ട് വന്നിട്ടാണോ അറിയില്ല, കപ്പ കേക്ക് ചെയ്യുന്നത് ഒന്ന് കുറഞ്ഞു കേട്ടോ. അപ്പോഴാണ് ധന്യ മെസ്സേജ് അയക്കുന്നത്, ഇപ്പോൾ കപ്പ ഫ്ലേവർ കേക്ക് ചെയ്യലില്ലേ, അത് നല്ല വെറൈറ്റി കേക്കാണല്ലോ പറഞ്ഞിട്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ധന്യ ആദ്യം എൻ്റെ അടുത്തുനിന്ന് മേടിച്ചത് ഈ കപ്പ ഫ്ലേവർ കേക്ക് തന്നെയാണ് കേട്ടോ. ഞാൻ എന്ത് ന്യൂ ഐറ്റം ലോഞ്ച് ചെയ്താലും ആൾ ആദ്യം അത് മേടിച്ച് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അതുപോലെയുള്ള കുറച്ച് കസ്റ്റമേഴ്സ് എനിക്കുണ്ട്. അതിലൊരാളാണ് കേട്ടോ ധന്യ. അപ്പോൾ ഇത് ധന്യക്ക് വേണ്ടി ചെയ്ത കേക്കാണ് കേട്ടോ. കപ്പ ഫ്ലേവറിൽ 1 kg ബർത്ത്ഡേക്ക് വേണ്ടി ചെയ്ത കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്.